പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നു. ഇവിടെ എസ് ഡി കോളേജിന്റെ യുവരക്തങ്ങളെ കുളിർന്നു. ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ കോളേജാണ് എസ് ഡി കോളേജ്. ഇവിടെ ഇനി അങ്ങോട്ട് പഠിച്ചിറങ്ങാൻ പോകുന്ന മഹാരഥന്മാരാണ് എനിക്ക് ചുറ്റും ഈ കാണുന്നത്. നമുക്ക് നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒരു പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങാം. ഓക്കെ, ഒരു നാടൻ പാട്ടും പരിപാടി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നാടൻ പാട്ട് പാടുന്ന പരിപാടി ആരെങ്കിലും ആണ് അല്ലെ? ഒന്ന് പിന്നെ ഈ സൈഡിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാളുടെയും നാടൻ പാട്ട് കേൾക്കാം. ഏറ്റവും കൂടുതൽ കയ്യടി ആർക്കാ കിട്ടണേ നോക്കാം. ഒരു കുഞ്ഞു മത്സരം ഞാൻ ആദ്യം തന്നെ എൻ്റെ വക സ്പോൺസർ ചെയ്യാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ആൾ ഇവിടെ റെഡിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്താണ് പേര്? എൻ്റെ പേര് അനുപമ. അനുപമയാണ് നമ്മുടെ കൂടെ. ആദ്യത്തെ നാടൻപാട്ടല്ലേ പാടാൻ പോകുന്നത്? നാടൻപാട്ട് മതി. നാടൻപാട്ട് പാടാൻ റെഡി ആയിരിക്കുന്നത് അനുപമ. ഇവിടെ ഏതാ പഠിക്കുന്നത്? ഞാനിവിടെ കൊമേഴ്സ് ആണ്. കൊമേഴ്സ് ബികോം. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പള്ളിവാള് ഭദ്രപട്ടകം എന്ന് പറയുന്ന ഒരു പാട്ട്. പള്ളിവാള് ഭദ്ര. അപ്പുറത്ത് നിൽക്കുന്ന ആള് ശ്രദ്ധിച്ചോട്ടോ, പള്ളിവാളാണ് ഇവിടെ പാടാൻ പോണേ. ഇതിനെ വെല്ലാനൊരെണ്ണം റെഡിയാക്കി വെച്ചേക്കണം. കൈയടിക്കണം. ഏറ്റവും കൂടുതൽ കൈയടി ആർക്ക് കിട്ടണേന്ന് നോക്കണം. റെഡി? തുടങ്ങിക്കോ. 1 2 3 സ്റ്റാർട്ട്. പാടിക്കോ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരടേ, നല്ലച്ഛന്റെ തിരുമുന്നിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരടേ, നല്ലച്ഛന്റെ തിരുമുന്നിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ ഏഴര വട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. അങ്ങനെ കൊണ്ടുവ കൊണ്ടാടി മോളെ കളിയ മോളെ ശ്രീകുറുമ്പേ, കൊണ്ടുവ കൊണ്ടാടി മോളെ കളിയ മോളെ ശ്രീകുറുമ്പേ. ആ വിത്ത് അസുര വിത്ത് കൊണ്ടുവ ശ്രീകുറുമ്പേ. ആ വിത്തൊന്നും മലനാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താണേ. ആ വിത്തൊന്നും മലനാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താണേ. അനുപമ അങ്ങനെ അല്ലേ? നിന്റെ മുഖത്ത് എന്താ മോനെ ഒരു നീരസോ? ഒന്നും നോക്കണ്ട, പേര് പറ. എന്താണ് കാട്ടാപ്പള്ളി എന്ന് വിളിക്കുന്നത്? അതങ്ങനെ പറ കേക്കട്ടെ. അങ്ങനൊന്നുമില്ല. ഏതാ പാടാൻ പോകുന്നേ? എസ് ഡി കോളേജിന്റെ മൺതറിയൾക്ക് പോലും അറിയാവുന്ന താരക പെണ്ണാളെ കരിയാടും മിഴിയാളെ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ. തകതകതാത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തരതിനന്തകത്തെയ്താര. ആടുവാമ്പേ ആടാടുവാമ്പേ ആടാടുവാമ്പേ ആടുവാമ്പേ ആടാടുവാമ്പേ കാവിലിളം പാമ്പേ. ആടുവാമ്പേ ആടാടുവാമ്പേ ആടാടുവാമ്പേ ആടുവാമ്പേ ആടാടുവാമ്പേ കാവിലിളം പാമ്പേ. ഇതിപ്പോ പെട്ടുപോയല്ലോ. ആർക്കായിരുന്നു കൂടുതൽ കയ്യടി? അനുപമയും കാട്ടാപ്പള്ളി എന്നാണോ പറഞ്ഞേ? ഞാൻ അങ്ങനെ ഒന്ന് കേട്ട പോലെ എനിക്ക് തോന്നി. എന്തായാലും രണ്ടുപേർക്കും ഒരു നല്ല കയ്യടി കൊടുത്ത്. അടിപൊളി മത്സരമായിരുന്നു. അങ്ങനെ സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പൊതുവെ എല്ലാവർക്കും ഇതിന്റെ നിയമങ്ങളെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഒരിക്കൽ കൂടി നമുക്ക് സി കേരളം സൂപ്പർ ബമ്പറിന്റെ നിയമങ്ങൾ കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ.
ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. ആദ്യത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള ലോട്ട് എടുക്കാൻ പോവാണ്. ലോട്ട് എടുക്കാനായിട്ട് ഈ കൂട്ടത്തിൽ നിന്നും എന്നാ സാർ ഇങ്ങോട്ട് വാ, എന്തത്ര നാണം. ഒരു നല്ല കൈ കൊടുത്തേ. നമ്മുടെ ഐശ്വര്യമുള്ള കൈയാണോ? ഇയാൾ ലോട്ടെടുത്ത് കിട്ടുന്ന ആൾ ഇന്ന് 25,000 രൂപ സ്വന്തമാക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്നറിയാം. എന്താ പേര്? എൻ്റെ പേര് അരുൺ. അരുൺ. ഈ അരുണിന്റെ പ്രത്യേകത എന്താന്ന് എന്തെങ്കിലും അറിയാമോ ആർക്കും ഇവിടെ? ഉറക്കെ പറയുന്നു എല്ലാരും വിജയ് ഫാൻ എന്ന്. വിജയ് ഫാനാണ്. ആണോ? ആണ്. ഒരു കൈ കൊടുത്തേ. വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കത്തിയാണ്. കത്തി. പഴയ സിനിമകളിലോ? പഴയ സിനിമയിൽ ഷാജഹാൻ, തുള്ളാതെ മനോൻ തുള്ളും. ഷാജഹാൻ ഗംഭീര പടം. പിന്നെ ഖുഷി ഇഷ്ടമാണ്. ഖുഷി. തുള്ളാതെ മനോൻ തുള്ളും. വിജയുടെ പോലെ ഡാൻസ് ചെയ്യോ? നമ്മുടെ മ്യൂസിക് ഇട്ടൊക്കെ തരാം. ഒരു 4 സ്റ്റെപ്പ് എന്റെ കൂടെ. ജസ്റ്റ് മ്യൂസിക് പ്ലീസ്. അപ്പോൾ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് ഇതിൽ നിന്നും ഒരു ലോട്ട് എടുത്ത് ഈ തൃക്കൈകളിൽ തരിക. ആദ്യത്തെ മത്സരാർത്ഥിയെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോവുകയാണ്. ഈ പേരിന് സി കേരളത്തിൽ പോകുന്ന ഒരു സീരിയലുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു പേരാണ്. ഏതായിരിക്കും? യെസ്, സ്വാതി നക്ഷത്രം ചോതി. പക്ഷെ ഇവിടെ മത്സരിക്കാൻ വരുന്നത് പിന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് നക്ഷത്രം ചോദ്യം തന്നെയാണ്. ആണല്ലേ? കാണാറുണ്ടോ? സീരിയൽ കാണാറുണ്ട്. കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടോ? പിന്നെ നല്ല സീരിയലാണ്. ശരി, താങ്ക് യു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് 2 അനിയന്മാരുണ്ട്. മമ്മി, പപ്പ, അപ്പൂപ്പൻ. ഭാഗ്യം, ചേട്ടന്മാർ. പിന്നെ 3 പട്ടിക്കുട്ടികളുണ്ട്. സ്വാതി എന്തുകൊണ്ടാണ് മത്സരിക്കാൻ വരാൻ കാരണം? ഗെയിം ഷോയിലൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ സൂപ്പർ ബമ്പർ പ്രോഗ്രാം നല്ല പ്രോഗ്രാം ആയത് കാരണം ഒരു കൗതുകം. പങ്കെടുക്കാം. കാശ് വേണ്ട. ഇപ്പൊ കൗതുകം മാത്രമേ ഉള്ളൂ. കിട്ടിയാ കിട്ടി. പാർട്ടിസിപ്പേഷൻ ആണല്ലോ വലുത്. കിട്ടിയാ കിട്ടി. വേറെ എന്തിനാ മത്സരിക്കാറുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യും, പാട്ട് പാടും. അന്നൊരു 2 പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ സ്വാതി നമുക്ക് വേണ്ടി 2 പാട്ട് പാടുന്നു. എന്നിട്ട് നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പൂലാലാണ് കണ്ട പാടേ നാണം കൊണ്ടേ ഓ ആരോമലാമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ഓ. സ്വാതിക്കുള്ള പണപ്പെട്ടിയും പണിപ്പെട്ടിയും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ബമ്പറിൽ സ്വാതി ആദ്യം എടുക്കേണ്ടത് പണിപ്പെട്ടിയിൽ നിന്ന് ഒരു പണി സ്വന്തമായിട്ടും നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പോൾ സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചിട്ട് പോയി അതിൽ നിന്ന് ഒരു പണി എടുത്തിട്ട് വരികയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ തുടങ്ങായിരുന്നു അല്ലേ? സ്വാതിക്കുള്ള ആദ്യത്തെ മത്സരത്തിന്റെ പേര് എന്ന് പറയുന്നത് മുള്ളുതൊപ്പി. സ്വാതിയുടെ കയ്യിൽ ഒരു ഷട്ടിൽ ബാറ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ. ഓഡിയൻസിന്റെ അടുത്ത് കുറച്ച് ബലൂൺ കൊടുക്കും. ഒരു തൊപ്പി ധരിച്ചിട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും. അയാളുടെ ആ തൊപ്പിയിൽ മുള്ള് പോലെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. സ്വാതി ഓഡിയൻസ് ഇട്ട് തരുന്ന ബലൂൺ ഈ ഷട്ടിൽ ബാറ്റ് കൊണ്ട് പയ്യെ തട്ടി 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 കൊണ്ട് ഈ മുള്ളിൽ കൊണ്ടിച്ച് അത് പൊട്ടിക്കണം. ഈ കൂട്ടത്തിൽ നിന്ന് വിശ്വാസമുള്ള ഒരു ഫ്രണ്ടിനെ വിളിക്കാം. കാരണം മുള്ളുതൊപ്പി ധരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കേണ്ടത് ആ ഫ്രണ്ട് ആയതുകൊണ്ട് 2 ഫ്രണ്ട്സിനെ വിളിച്ചോ. 2 പേരെ വിളിക്കണം. 2 പേരെ വിളിച്ചോ. ഷിഫാനി, ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി 3 പേർക്ക് ഒരു കൈയ്യെടുത്ത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഗെയിം തുടങ്ങാം. സ്വാതിക്കുള്ള ആദ്യത്തെ മത്സരം മുള്ള് തൊപ്പി. അപ്പോൾ സ്വാതി ആദ്യത്തെ മത്സരത്തിന് ഷട്ടിൽ ബാറ്റൊക്കെ എടുത്ത് യുദ്ധത്തിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉണ്ണിയാർച്ചയുടെ പോലെ ഉണ്ട് ഇപ്പോൾ കാണാനായിട്ട്. 120 സെക്കൻഡേ സമയമുള്ളൂ. 120 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു 10 ബലൂൺ പൊട്ടിച്ചാൽ മതി. 10 ബലൂൺ പൊട്ടിച്ചാൽ 1000 രൂപ ഞങ്ങൾ കയ്യിലേക്ക് എടുത്ത് തരും.
പൊട്ടിക്കോ? നോക്കാം. അപ്പോ മത്സരം ഇനി വൈകുന്നില്ല, തുടങ്ങാൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ബലൂൺ കൈ പിടിച്ചോണ്ടിരിക്കുന്നവർ ബലൂൺ കൊടുക്കാൻ മടിക്കരുത്. അതൊരു പ്രത്യേക അറിയിപ്പായിട്ട് എടുക്കണം. പൊട്ടിക്ക്. കയ്യടിയും നിങ്ങൾ കൊടുക്കണം. നല്ല ഒന്ന്. കൂട്ടത്തിൽ എന്റെ തലയുണ്ട്, അതും ഒഴിവാക്കിയേക്കാം. ഇപ്പൊ പൊട്ടിയേനെ. ഒന്ന് ആവേശം കൊടുത്തേ. നിങ്ങൾ കൈയൊക്കെ അടിച്ചേ, ഒന്ന് ഉഷാറാക്കി കൊടുത്തേ. റെഡി, പൊട്ടട്ടെ. എന്നാ ബലൂൺ ഏതോ ഒന്ന് പൊട്ടുന്നേ. ആ കൊച്ചു കഷ്ടപ്പെട്ട് പൊട്ടി, നിലത്ത് വീണ് പൊട്ടി. സാറിന് വേഗം അടുത്ത് കൊടുത്തിട്ട് പോട്ടെ. ഒന്ന് ധൃതി പിടിക്കണ്ട. നമുക്ക് ആ ബലൂൺ ആ മുള്ളിൽ കൊള്ളിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അപ്പൊ പോരട്ടെ. 3 പോരട്ടെ. സ്വാതി കിട്ടും. സോ സിമ്പിൾ. അപ്പൊ പൊട്ടിയേനെ. കാറ്റേ നീ വീശരുതിപ്പോൾ. മഞ്ഞ ബലൂൺ. 5. അടുത്തത് മഞ്ഞ ബലൂണാണ്. മഞ്ഞ ബലൂൺ. അങ്ങനെ പയ്യെ തെന്നി അതെ. ഒരുപാട് കുനിയുണ്ട്. ആ ബലൂൺ വരണേനനുസരിച്ച് കുനിഞ്ഞു നോക്കി ചിലപ്പോൾ ശരിയാവും. ഇനി രണ്ടെണ്ണം. വേഗം ആയിക്കോട്ടെ. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് സമയം ഇനി നമ്മുടെ കയ്യിലുള്ളൂ. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. പോട്ടെ. സ്വാതി ശരിക്കും കഷ്ടപ്പെട്ടല്ലേ? നല്ല കഷ്ടപ്പാടായിരുന്നു. സാദിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടത് കൂട്ടുകാരിമാരാണ്. ഒരാളുടെ പേടിച്ച് എന്റെ ഇപ്പൊ തല പൊട്ടും എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു ശ്രീലക്ഷ്മി നിന്നത്. എന്തായാലും 10 ബലൂണുകൾ പൊട്ടിച്ചു സ്വാതി. അതുകൊണ്ട് തന്നെ സ്വാതിക്ക് ആദ്യത്തെ 1000 രൂപ നമ്മൾ സമ്മാനമായി കൊടുക്കുകയാണ്. കയ്യിൽ കൊടുക്കുന്നത് പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് സമയത്തിന് ശേഷമാണ്. കാരണം അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇതിൽ 1000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്വാതി, അല്ലേ? സന്തോഷായി? ഓക്കെ. ഈ 1000 രൂപയ്ക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്കൊരു ചെറിയ അനിയൻ വാവയുണ്ട്. എന്താ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്? വാവയ്ക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 1000 രൂപ നമുക്ക് വാവയ്ക്ക് കുറെ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതൽ കാശ് ഇതിൽ നിന്നും സ്വന്തമാക്കണം കേട്ടോ. ഒരു നല്ല കൈഡി കൊടുത്തേ. നമ്മൾ 1000 രൂപ കൊടുക്കാൻ പോവുകയാണ്. 2000 രൂപയുടെ ഗെയിമാണ്. അപ്പൊ അടുത്ത ഗെയിം എടുത്ത് തരട്ടെ. സ്വാതിക്കുള്ള സെക്കൻഡ് ഗെയിം നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഈ ഗെയിമിന്റെ പേര് ക്യാച്ച് ദ ബോൾ എന്നാണ്. ഒരു ബോൾ ജസ്റ്റ് ക്യാച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കുക. അതായത് ഇതും തലയിൽ ഒരു ബോൾ നമ്മൾ വെച്ച് കൊടുക്കും. ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടേബിളിലേക്ക് താങ്കളുടെ ഒരു കൂട്ടുകാരിയെയോ വിളിക്കാം. അയാൾ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് വരുമ്പോൾ തലയിലിരിക്കുന്ന ഇതുകൊണ്ട് അത് ക്യാച്ച് ചെയ്യണം. ഓക്കെ. ഈ ഗെയിമിന് 100 സെക്കൻഡ് ആണ് നമ്മൾ സമയം കൊടുക്കുക. അപ്പോൾ സ്വാതിക്കുള്ള രണ്ടാമത്തെ മത്സരം അല്ലെങ്കിൽ രണ്ടാമത്തെ പണി ഇവിടെ തുടങ്ങുന്നു. ക്യാച്ച് ദ ബോൾ. സ്വാതിയുടെ രണ്ടാമത്തെ മത്സരത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടുകാരിനെ വിളിച്ചോ, കാരണം ഇത് ബോൾ ഇട്ടുതരാൻ ഒരാൾ വേണമല്ലോ. പെട്ടെന്ന് വിളിച്ചോ. ആദിത്യ അപ്പൊ റെഡി അല്ലേ? ഓക്കെ. വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? പാടും ഞാൻ.
എനിക്ക് ആ മോൻ കണ്ടപ്പോൾ തോന്നി, അതുകൊണ്ടാണല്ലോ ഞാൻ ആ റൂട്ട് പോയത്. എന്ത് പാടും? മെലഡി. മെലഡിയാണ്. നമുക്ക് രണ്ടുപേര് യമുനയാറ്റിലെ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാർவை പൂത്തിട പാർவை പാത്തിട പാവരാധയോ വാട. സ്വാതി അപ്പോൾ ഇവിടെ റെഡിയാണ് ബോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദിത്യയും റെഡിയാണ് അത് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്സരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. കുറച്ച് ഹൈറ്റിൽ എറിഞ്ഞു കൊടുത്തു. പോരട്ടെ പോരട്ടെ, പയ്യെ പയ്യെ എറിഞ്ഞു കൊടുക്കുക. ഒന്ന് 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 ഒരു കൈ. അടിപൊളി ഇടുക്കി. അടുത്തത് രണ്ട് രണ്ട്. ആയിച്ചോടാ, ഉള്ളിൽ വീഴട്ടെ കുട്ടി. അതേ പോയി. അടുത്തത് അടുത്തത് പയ്യെ പയ്യെ കുറച്ച് പയ്യെ എറിഞ്ഞു കൊടുത്ത്. അതന്നെ. പോട്ടെ പോട്ടെ പോട്ടെ. 5 ബോളുകളാണ് നമുക്ക് തിരക്കേണ്ടത്. ഒന്ന് കൈയടിച്ചു കൊടുത്തേ. നിങ്ങൾ കുറച്ച് നന്നായിട്ട് കൈയടിച്ച് ആവേശപ്പെടുന്നു. അതെ, അതൊന്ന് താഴേക്ക് വലിയ തെറ്റി ബോൾ അതിൻ്റെ ഉള്ളിൽ തെറിച്ച് പോകണം. രണ്ടാമത് അത് സംഭവിക്കുന്നത്. ഓക്കെ, കൈയടിക്ക് ഒന്ന് നല്ല കൈയടി. നല്ല രണ്ട് 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 രണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട്. അയ്യോ, അത് പുറത്തേക്ക് പോയല്ലോ. അടുത്തേട്. പോട്ടെ. 3 പയ്യെ പയ്യെ കളയാതെ പയ്യെ പയ്യെ. 2 ബോൾ. ഓക്കെ, 2 ബോൾ. പോട്ടെ പോട്ടെ. പോട്ടെ. എനിക്കും സങ്കടമൊക്കെ ആവണ്ടല്ലോ. 3 നല്ലൊരു കൈയുടെ എടുത്ത് അയാൾ 3 ബോളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. 4 4 4 4 4 4 4 4. അഞ്ചാമത്തെ ബോളാണ്, ലാസ്റ്റ് ബോളാണ്. ഒന്ന് കൈയടിച്ചേ, ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തേ. 5ാമത്തെ ബോൾ. ഒരു ലോഡ് ബോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും താഴേക്ക് പോകുന്നുണ്ട്. 5ാമത്തെ ബോൾ. കൈയടിക്ക്. അതെ, 5 ബോള്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഗെയിമിന്? ആദ്യത്തേനേക്കാളും ഇത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ആദ്യത്തെ ഓടി പിന്നെ കാറ്റിന്റെ ഇതും കൂടെ ഭയങ്കര പാടായിരുന്നു. ഫസ്റ്റ് ഇത് തന്നെയായിരുന്നു ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. വേറെ പരിപാടികൾ എന്താണ്? എന്തെങ്കിലും ഇതുപോലെ ഡാൻസ് പാട്ടുമായിട്ട് സമ്മാനങ്ങൾ നേടുക? ഡാൻസിംഗും ഉണ്ട്, ആക്ടിംഗ് ഉണ്ട്. ആക്ടിംഗ് ഉണ്ടോ? ഓക്കെ, അത് ശരി. ആക്ടർ ആണല്ലേ? എന്താണ് ചെയ്തിട്ടുള്ളത്? 4 സീരിയൽസ് ചെയ്തിട്ടുണ്ട്. 4 സീരിയൽ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സീരിയൽ നടിയാണ് ഈ നിൽക്കുന്നത്. നടി. ഓക്കെ, അത് ശരി. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഫിലിം ചെയ്തു. ഞാൻ പെറ്റ മകൻ എന്നാണ് ഫിലിമിന്റെ പേര്. ഞാൻ പെറ്റ മകൻ ഞാൻ കേട്ടിട്ടുണ്ട്. സജി എസ് പാലമേലാണ് ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് അഭിമന്യുവിന്റെ സ്റ്റോറിയാണ്, മഹാരാജാസിലെ. അതില് ചെറിയൊരു റോള്. അപ്പോ മലയാള സിനിമയ്ക്ക് SD കോളേജിന്റെ അടുത്ത വാഗ്ദാനമാണ് ഈ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ വേറെയും കുറച്ചുപേരെ പരിചയപ്പെട്ടിരുന്നു. നമുക്കപ്പോ ഇനി അടുത്ത മത്സരത്തിന്റെ ലോട്ട് എടുത്താലോ? എടുക്കാം. റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, എന്നാ വാ. അപ്പോ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് വീശടാ വീശ്. ഈ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളും ഒരു വിസറയും തരും, ഒരു പാത്ത് ഉണ്ടാവും. അത് ഇത്ര സെക്കൻഡിനുള്ളിൽ അതിങ്ങനെ വീശി 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 അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം എന്ന് പറയുന്നത്. റെഡി അല്ലേ? നന്നായിട്ട് വീശാൻ റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ സ്വാതി റെഡിയാണ്. വീശടാ വീശിന് വേണ്ടി സ്വാതി ഇവിടെ റെഡിയാണ് 3000 രൂപ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബോള് ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ഒരു പാത്ത് കണ്ടോ, ഇതിലൂടെ ഇത് നമ്മുടെ ആ പൊസിഷനിലേക്ക് എത്തിക്കുക, ഗോൾ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. 2 എണ്ണം മതിയാവും. 2 എണ്ണമെങ്കിലും അവിടെ നമ്മൾ പറത്തി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. എന്നാ റെഡി. 80 സെക്കൻഡ് സമയം. 2 എണ്ണം മറക്കണ്ട. 1 2 3 സ്റ്റാർട്ട്. വീശട്ടങ്ങനെ വീശട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. എല്ലാരും ഉറക്കപ്പാടേ. വീശട്ടങ്ങനെ വീശട്ടെ. ഉറക്കപ്പാട്. എടുത്തു വെക്കി. ലെറ്റ് us start മാഗി. ഒന്നും നോക്കണ്ട. പോരട്ടെ. മുന്നോട്ട് പോട്ടെ. അതന്നെ. അവിടുന്ന് വീശ്. വീണ്ടും പോയി. വീശി അതൊന്നും അതിന്റെ അകത്തേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കി. ഇനി പോട്ടെ. അതൊരു പ്ലാനിങ്ങിൽ വീശ്. മുറ്റടിക്കാറുണ്ടോ? ഇത് കണ്ടിട്ട് ഇല്ലെന്നോ? ഓക്കെ, നന്നായിട്ട് വീശ്. നന്നായിട്ട് വീശ്. അത് കുറച്ചുകൂടി താഴ്ത്തി വീശി നോക്കി. അപ്പൊ ചിലപ്പോൾ ശരിയാവും. അതിനകത്ത് തട്ടിക്കളയല്ലേട്ടോ. ഓക്കെ, പിടിക്കി. ഇതിൽ പാമ്പും കോണിയും കളിക്കുന്ന അവസ്ഥയാണുള്ളത്. വീണ്ടും തട്ടിയോടത്ത് നോക്കി. പോട്ടെ. ഒന്ന് കൈയടിച്ചേ. ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. പോട്ടെ. ഇങ്ങനെ താഴ്ത്തി വീശി നോക്കി. അത് ഇങ്ങോട്ടല്ലേ, അങ്ങോട്ട് വീശി നോക്കി.
സ്വാതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3000 രൂപ, പാർലെ ഹൈഡ് ആൻഡ് സീക്ക്, ചോക്കോ ചിപ്പ് കുക്കീസ്, ഇതൊക്കെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. ഒന്നും നോക്കണ്ട സ്വാതി, ഒന്നും നോക്കണ്ട, എങ്ങനെയെങ്കിലും വീശി അതിനൊന്ന് ഗോളാക്ക്. 20 സെക്കൻഡ്, 20 സെക്കൻഡ്, അങ്ങനെ തന്നെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. സ്വാതി കമോൺ, യു ക്യാൻ സ്വാതി, യു ക്യാൻ. പോരട്ടെ സ്വാതി. ഇന്നത്തോടുകൂടി സ്മൈലി ബോർഡിന് മിക്കവാറും സ്വാതി വെറുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കൗണ്ട് ഡൗൺ ആണ്, ഒന്ന് കൈയടിച്ചേരെ. കൗണ്ട് ഡൗൺ ആണ് 10 9 8 7 6 5 4 3 2 1. അപ്പോ നമ്മുടെ സ്വാതി 3000 രൂപയുടെ ഗെയിമിൽ തോറ്റുപോയിരിക്കുകയാണ് കുട്ടികളെ, തോറ്റുപോയിരിക്കുകയാണ്. സാരില്ല, 1000 രൂപ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. സന്തോഷായില്ലേ? സന്തോഷം. സ്വാതിക്കുള്ള സമ്മാനം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. 1000 രൂപയും പിന്നെ ദാ ഇത് കണ്ട ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. ഒരു നല്ല കൈഡി കൊടുത്തേ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ രണ്ടാമത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിരിക്കുന്നു. ലോട്ടെടുക്കാൻ പോവുകയാണ്, ഒട്ടും വൈകിക്കുന്നില്ല. കപ്പൽ വയ്യത്തു ആരായിരിക്കും അല്ലേ? ആരായിരിക്കും അല്ലേ? നോക്കാം. പേര് പോലെ തന്നെ ഇയാള് കഴിവ് തെളിയിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ പേര് രണ്ടാമത്തെ മത്സരാർത്ഥി പ്രതിഭ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രതിഭയുടെ പ്രതിഭയൊക്കെ നമുക്കൊന്ന് അളന്നു നോക്കാം. നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. ഓക്കെ, ഇവിടെ എന്ത് വിഷയം പഠിക്കുന്നത്? ഞാൻ BSc സുവോളജി ഫൈനൽ ഇയർ ആണ്. പഠിച്ച് വല്ലാതെ കുട്ടി വളർന്നിരിക്കുന്നു അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് വേറെ ഹോബീസ്? പഠനമല്ലാതെയുള്ള ഹോബീസ് എന്തൊക്കെയാ? പഠനം അല്ലാതെ ഞാൻ ബൈക്ക് റൈഡർ ആണ്. ബൈക്ക് റൈഡർ ആണ്. അതെ. മറ്റേ നമ്മുടെ ബുള്ളറ്റ് പരിപാടിയാണോ? അല്ല, ബുള്ളറ്റ് അല്ല, ബുള്ളറ്റും അല്ലേ? സ്പോർട്സ് ബൈക്ക് ആണ്. സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ പറയുമ്പോ R15 V3. ധൂമച്ചാലയുടെ ആളാണ്. ഞാനൊക്കെ ഇപ്പോഴും പഴയ ഒരു രാജമല്ലി ഹീറോണ്ട സ്പ്ലെൻഡറിന്റെ ആളാണ്. ഇന്ന് ബൈക്കിനാണോ വന്നിരിക്കുന്നത്? അതെ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു റൈഡ് വെക്കായിരുന്നല്ലോ ഇതിലെ. ഒന്ന് എന്നെ ഒന്ന് മൊത്തം കോളേജ് കറക്കി കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പക്ഷെ അതിനു മുമ്പ് ഗെയിം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇയാൾക്കുള്ള പണിപ്പെട്ടിയും പണപ്പെട്ടിയും കൊണ്ടുവന്ന് പണി കൊടുക്കാനുള്ള സമയമാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പെർഫോമൻസ്, ST കോളേജിലെ ഒരു സുഹൃത്തിന്റെ ഒരു ഗംഭീര പെർഫോമൻസ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് പേര് അയാൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നതും അയാൾ ചില നമ്പറുകളൊക്കെ ഇടുന്നതും കാണും. അയാളെ ഞാൻ പേര് എനിക്കറിയില്ല, ഇവിടെ വന്നിട്ട് പരിചയപ്പെടാം. ഈ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആ ആള്, ഞാൻ കണ്ടുപിടിച്ച വ്യക്തി. എന്താണ് പേര്? എന്റെ പേര് അനന്തകിഷോർ. അനന്തകിഷോർ എന്നാണ് പേര്. എന്താണ് പരിപാടിയായിരുന്നു എന്നുള്ളത് താങ്കൾ എന്നോട് പറഞ്ഞു. എന്തായിരുന്നു മെയിൻ ഐറ്റം കയ്യിലെ? മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മിമിക്രി ചെറുതായിട്ട് കാണിക്കത്തുള്ളൂ. 2 ഐറ്റം എനിക്ക് അറിയത്തുള്ളൂ. ഒന്ന് ഉമ്മൻചാണ്ടി, പിന്നെ ഒന്ന് ശ്വാസകോശം. ശ്വാസകോശം, അദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്ങനെയാക്കി, ശ്വാസകോശം. നമുക്ക് തുടങ്ങിയാലോ? എന്നാ ശ്വാസകോശത്തിൽ തുടങ്ങിയാലോ? കാരണം എപ്പോഴും തുടക്കം ശ്വാസകോശത്തിൽ നിന്നാണ് അതിന്റെ ഒരു ഐശ്വര്യം അല്ലേ? ശ്വാസകോശം പോലെയാണ്. ഇവിടുള്ളവർക്ക് ഇതെന്ത് പറ്റി? ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം, ആരുമെന്തേ നന്നാകാത്തത്? അടിപൊളി. അടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അല്ലേ? പോരട്ടെ അങ്ങോട്ട്. ആരും ബഹളം വെക്കരുത്. ഇവിടെ സി ചാനൽ നടക്കുന്ന ഈ പരിപാടിയാ. മോന്റെ പേര്? എന്റെ പേര് മിഥുൻ. മിഥുൻ എന്തല്ല നല്ല മറ്റേ പഴ ചോക്ലേറ്റ് പയ്യൻ ലുക്ക്. നന്ദി, നമസ്കാരം. എന്റെ ഒരു ആഗ്രഹമാണ് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ട് പ്രതിഭയ്ക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം. മത്സരിക്കാൻ പോവാണല്ലോ. ഓക്കെ. പ്രതിമ മോളെ കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, മോൾക്ക് എന്റെ പാർട്ടിയുടെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. പ്രതിഭ റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ ഇത് പണപ്പെട്ടിയാണ്, ഇത് പണിപ്പെട്ടിയാണ്. അതിൽ നിന്നാണ് നമ്മളൊരു പണി എടുക്കേണ്ടത്. അറിയാലോ? ഇനിയിപ്പോ നമുക്ക് വൈകിക്കേണ്ട. പ്രതിഭ ഇവിടുന്ന് പണി എടുക്കാൻ പോവാണ്. കണ്ണും പൂട്ടിയെടുത്ത് ഒന്നും നോക്കണേ, എന്തായാലും പണിയായിരിക്കും. ഈ ഗെയിമിന്റെ പേരാണ് നിസാര ഭാരം. തലയിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിൽ ബോൾ എടുത്ത് വെക്കണം. ഇവിടെ കുറച്ച് കടമ്പകൾ ഉണ്ടാവും, ചാടിക്കിടക്കാനും ഒഴിഞ്ഞു മാറാനൊക്കെ ആയിട്ട്. അതിങ്ങനെ ഒഴിഞ്ഞു മാറി ചാടി കിടന്ന് അവിടെ ഒരു ബാസ്ക്കറ്റ് ഇരിപ്പുണ്ടാവും, അതിൽ കൊണ്ടുപോയി ഈ ബോൾ ഡംപ് ചെയ്യണം.
അപ്പോൾ തലയിലിരിക്കുന്നത് ചാടിപ്പോയാൽ കുഴപ്പമില്ല, തിരിച്ചെടുത്ത് വെച്ചാൽ മതി. പോകുന്ന വഴിക്ക് ബോൾ ഇതിൻ്റെ നിന്ന് ചാടി പോവാതെ നോക്കണം. മനസ്സിലായില്ല? അത് ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഗെയിം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 120 സെക്കൻഡിൽ നമ്മുടെ പ്രതിഭ തെളിയിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നിസാര ഭാരം. പ്രതിഭ 1000 രൂപ സ്വന്തമാക്കാനുള്ള തൻ്റെ ആദ്യത്തെ മത്സരത്തിന് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ആ റെഡിയായി നിൽക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റണം. നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു കിരീടമൊക്കെ വിളിച്ച് ഇപ്പോഴാണ് ഒരു ഭംഗിയായത്. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. സന്തോഷമൊക്കെ തോന്നല്ലേ ഇപ്പോൾ? അപ്പോൾ പ്രതിഭയുടെ മത്സരം ഇവിടെ തുടങ്ങുകയാണ്. റെഡി, 1 2 3 കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കും. ബാലൻസിംഗ് ആണ്, ബാലൻസിംഗ്. നിങ്ങളുടെ കൈയടിച്ചാലും നിങ്ങൾ എത്ര ശ്രദ്ധ തെറ്റിച്ചാലും ആൾ ബാലൻസ് ചെയ്ത് പോയിക്കൊള്ളണം. പ്രതിഭയ്ക്ക് പറ്റും, കാരണം ബൈക്കിലൊക്കെ സ്പോർട്ട് ബൈക്കിലൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാളല്ല. അപ്പോൾ ധൈര്യമായിട്ട് പ്രതിഭയ്ക്ക് പോകാൻ പറ്റും. കടമ്പ വളരെ പോയി. ഒന്നുകൂടി 120 സെക്കൻഡ് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. 3 ബോൾ. ഓക്കെ, ബാലൻസ് ചെയ്യും. അത് തന്നെ, പയ്യെ അങ്ങനെയാണല്ലോ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, ഒന്ന് കൈയടിച്ച്. ഓക്കെ, വളരെ ശരി. പോർട്ടെ. 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. സൂക്ഷിച്ച്. ഒരു ചെറിയ വേലി ഫ്രണ്ടിലുണ്ട് എന്ന് കരുതുക. 20 സെക്കൻഡേ സമയമുള്ളൂ. പയ്യെ, വെരി സിമ്പിൾ. കൈയടിക്ക്. അടിപൊളി. 3 നമുക്ക് ആ ബാസ്കറ്റ് ബോൾ എത്തേണ്ടത്. കറക്റ്റ്. അടിപൊളി. 1. അപ്പൊ നമ്മുടെ പ്രതിഭയുടെ ഭാഗ്യ നമ്പർ ആയിട്ടുണ്ട് 1. ഇനി എന്റെ ഭാഗ്യ നമ്പർ 3 ആണ്. വേഗം പോർട്ടെ. ഇതൊരു 3-4 എണ്ണം കൊടുക്കായിരുന്നു. ആള് വളരെ സിമ്പിൾ ആയിട്ട് ഇടണ്ടല്ലോ. ഇത്ര സിമ്പിൾ ആയിട്ടൊക്കെ 1000 രൂപ മേടിച്ചിട്ട് പോകും. ഓക്കെ, വീഴണേ. പോർട്ടെ 2. ഒന്നും കൂടി കിട്ടും. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാനും കൂടി വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പ്രതിഭയ്ക്ക് വേണ്ടിയിട്ട്. 1000 രൂപയിൽ 500 രൂപ എനിക്ക് തന്നാൽ മതി. തരാം അല്ലേ? നേരെ എനിക്ക് വേണ്ട, എനിക്ക് 500 രൂപ വേണ്ട. ആളുടെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി. ഓക്കെ, കയറി. ഒന്ന് കൈയടിച്ച്, ഒന്ന് ശരിക്കും പ്രോത്സാഹിപ്പിക്കാം. ശരിക്കും കൈയടിക്കും. രൂപ പ്രതിഭ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രതിഭ, ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ? ഒരു ഷോടൊക്കെ കുടിക്കാൻ തോന്നണല്ലേ അല്ലേ? R1 എടുത്തുകൊണ്ട് വരാണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു കറക്കമൊക്കെ ഇറങ്ങിയിട്ട് വരാം. ഓക്കെ, ഇത് സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ബിഗ് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? സൂപ്പർ ആയിരുന്നില്ലേ അല്ലേ? നമ്മുടെ പ്രതിഭയ്ക്കുള്ള 1000 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. ഒട്ടും വൈകുന്നില്ല. ഓക്കെ, നല്ല ഒരു കൈയടി. 1000 രൂപ തന്ന സ്ഥിതിക്ക് കൂടെ ഞാൻ ഒരു പണി ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരും. അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു ഗെയിം ലോട്ടെടുത്താലോ നമുക്ക്? ഓക്കെ, കമോൺ. പ്രതിഭയ്ക്കുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് അടി പിടി. ഈ ബൈക്ക് ആരാണ് ഗിഫ്റ്റ് തന്നത്? അച്ഛനാ ഗിഫ്റ്റ് തന്നത്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അച്ഛൻ വാങ്ങി തന്നത്. ഓക്കെ, അപ്പൊ അച്ഛന് എന്തെങ്കിലും ഗിഫ്റ്റ് ഒന്ന് വാങ്ങി തിരിച്ചു കൊടുക്കണം. അതിനുള്ള കാശ് നമുക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കണം. നമുക്കിനി എന്തായാലും ഒട്ടും വൈകിക്കാണ്ട് നമ്മുടെ പ്രതിഭയ്ക്കുള്ള രണ്ടാമത്തെ ഗെയിം അടി പിടിയിലേക്ക് പോകാം. പ്രതിഭയ്ക്കുള്ള ഗെയിം ഇവിടെ, രണ്ടാമത്തെ ഗെയിം ഇവിടെ റെഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിപിടിയാണ് ഗെയിം എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. എൻ്റെ കയ്യിൽ ഒരു ഷട്ടിൽ ബാറ്റ് ഉണ്ട്, ഇതിൽ നിറയെ ബോൾ ഉണ്ട്, ഈ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിക്കാം നമുക്ക് ആദ്യം. എന്നിട്ട് ആ ഫ്രണ്ടിനോട് ഈ ഫ്രണ്ട് ഇത് പിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറയണം. ഈ ബോൾ താൻ ഇട്ട് കൊടുക്കണം. ആ ഫ്രണ്ട് ഈ ബോൾ ഈ ബാറ്റ് കൊണ്ട് തിരിച്ചടിക്കുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ഇതിൽ വീഴ്ത്തുക എന്നുള്ളതാണ് ഗെയിം. എന്ത് തോന്നുന്നു അത് കേട്ടിട്ട്? നല്ല രസം തോന്നുന്നില്ലേ? ഷട്ടിലോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്ന ഒരു കൂട്ടുകാരനെ വിളിച്ചോ, അതാവുമ്പോ കറക്റ്റ് അവൻ ഇട്ട് തരും. ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അക്ഷയ് നമസ്കാരം.
നമസ്കാരം. എന്താ പഠിക്കുന്നവിടെ? ഞാൻ തേർഡ് BSc സോളജി. എന്തായാലും ഗെയിം മനസ്സിലായല്ലോ അക്ഷയ്ക്ക്? മനസ്സിലായി. 5 ബോളാണ് നമുക്ക് ആ കൂടയിൽ വീഴ്ത്തേണ്ടത്. 100 സെക്കൻഡ് സമയമുണ്ട്. എത്ര? 100 സെക്കൻഡ് സമയമുണ്ട്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അത്രേ ഉള്ളൂ. ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. വെരി സിമ്പിൾ. ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഇവർ രണ്ടുപേരും കൂടെ കിടന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കൈയടി. പോരട്ടെ, ഒന്ന് ബൗൺസ്, അതുപോലെ ഒന്ന് പയ്യടിച്ചു. അതും പോയി. മിക്കവാറും പ്രതിഭ ബൈക്കും കൊണ്ട് അക്ഷയനെ ഓടിക്കാൻ വഴി. ഒരെണ്ണം വീണു. അടിപൊളി അടിപൊളി അടിപൊളി. കിട്ടും. കിട്ടിയില്ല. ഞാൻ ഒരു നിമിഷം ഒന്ന് പ്രതീക്ഷ പോയി. അത് 10 വീണു. അതാണ് ഗെയിം. രണ്ടെണ്ണം. സൂപ്പർ. ഓക്കെ, പോട്ടെ. സമയങ്ങളല്ലേ? പോട്ടെ. ഒന്ന് തിരിഞ്ഞു നോക്കി. അങ്ങനെ രണ്ടെണ്ണമാണ് വീണിരിക്കുന്നത്. അക്ഷയ് ഒന്ന് പയ്യെ ടച്ച് ചെയ്ത് വിട്ടാൽ മതി. അപ്പൊ അത് ശരിയാവേണ്ടതാണ്. പ്രതിഭ ആകെ സ്വന്തം പോക്കറ്റിലേക്കാണോ അത് അടിച്ചെടുത്തത്? 2000 രൂപ സ്വന്തമാക്കി അടുത്ത റൗണ്ടിലേക്ക് പോകും. നമുക്ക് നോക്കാം. 4 വീണായിരുന്നു, പക്ഷെ അവരുടെ പുറത്തേക്ക് ചാടി. ഓക്കെ, സൂക്ഷിച്ച്. 4 നമ്മുടെ 5. അങ്ങനെ 5 ബോളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ പ്രതിഭ ബാസ്ക്കറ്റിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇവര് രണ്ടാളും ജയിച്ച ആ സന്തോഷത്തിൽ SD കോളേജിലെ ഒരു കിടിലൻ പെർഫോമൻസ് നമ്മൾ കാണാം. SD കോളേജിലെ ചുണക്കുട്ടികളുടെ ഒരു കിടിലൻ പെർഫോമൻസ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രതിഭയുമായിട്ട് വന്നിരിക്കുന്നു. ഇനി പ്രതിഭയുടെ അവസരമാണ്. അടുത്ത മത്സരത്തിലേക്കുള്ളതാണ്. അതായത് ഇനിയാണ് 3000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്ന മത്സരം. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട, നമുക്ക് തോന്നുന്നു അടുത്ത ഗെയിം എടുക്കാം. റെഡി? ഇത് മറ്റേ ഇന്നസെന്റ് പറഞ്ഞ പോലെ പിടിച്ചോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗെയിമാണ്. ഓക്കെ, പ്രതിഭയ്ക്ക് ഉള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് പിടിച്ചോ. അപ്പോ ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ ബാറ്റ് തരും. ഓക്കെ, ഒരു കൂട്ടുകാരനെ ഈ കൂട്ടത്തിൽ നിന്ന് വിളിക്കണം. അയാൾ ബോള് ബൗൺസ് ചെയ്ത് തരുമ്പോൾ ഇത് ക്യാച്ച് ചെയ്തിട്ട് ഈ കയ്യിലുകൊണ്ട് ക്യാച്ച് ചെയ്ത് ബാലൻസ് ചെയ്ത് ക്യാച്ച് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന പെട്ടിയിലേക്ക് വെറുതെ ഇട്ടാൽ മതി. പക്ഷേ ഈ ക്യാച്ചിങ്ങിലാണ് ബാലൻസിങ്ങിലാണ് നമ്മുടെ ഗെയിം ഇരിക്കുന്നത്. റെഡി അല്ലേ? പ്രതിഭ അപ്പോ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഗെയിമിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, പിടിച്ചോ. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സേക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ പ്രതിഭ മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ബൗൺസ് ചെയ്ത് തരാൻ വേണ്ടി നമുക്കൊരു കൂട്ടുകാരനെ വിളിക്കാം. റെഡി അല്ലേ? അദ്വൈത്. അദ്വൈത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ. അദ്വൈതം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ പാട്ട് പാടിയത്. അദ്വൈത് ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓ യാ. അപ്പൊ ഇത് ഓക്കെ ആയല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 80 സെക്കൻഡ് സമയമാണുള്ളത്. 8 ബോൾ ആണ് നമ്മൾ, അതായത് ഒരു ബോളിൽ 10 സെക്കൻഡേ ഉള്ളൂ. നിർണായകമാണ്. 3000 രൂപയാണ്, മറക്കരുത്. റെഡിയാണല്ലോ? അപ്പോ പ്രതിഭയ്ക്കുള്ള മത്സരം റെഡി. രണ്ടുപേരും ഗോ ടു യുവർ പൊസിഷൻസ്. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ 3000 രൂപ പ്രതിഭ സ്വന്തമാക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സമയം തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. കുറച്ചുകൂടി സ്ലോ ആയിട്ട് ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി സ്ലോ ആയിട്ട്. അതന്നെ കിട്ടും. പറ്റും. ഇങ്ങനെ കോരി എടുക്കാൻ പറ്റുമോ? ഓ കിട്ടിയില്ല. കിട്ടും, ഇത് കിട്ടും. ഒന്ന് കൈയടിച്ചേ, പ്രോത്സാഹിപ്പിച്ചേ. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേ. അതന്നെ കിട്ടും. പയ്യെ ഹായ്, അതും പോയി. അടുത്തത് ഹായ്, അതും പോയി. അടുത്തത് ഓറഞ്ച്, അതും പോയി. അടുത്തത് പോയി. 40 സെക്കൻഡ് കഴിഞ്ഞു. ഒരെണ്ണമെങ്കിലും നമുക്ക് ഇടണം കേട്ടോ. അവിടെ ഒരു പച്ച ഇട്ട് നോക്കി. അതന്നെ അടിപൊളി. അത് കിട്ടും. കിട്ടിയില്ല. ഒരു പച്ച കൂടി ഇട്ട് നോക്കി. ചുമല ഇടാനായിട്ട് എവിടെന്നോ ഒരു ആള് പറയുന്നു. ചുവപ്പ് കിട്ടിയില്ല. പച്ച. ഓക്കെ. സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. കിട്ടിയതായിരുന്നു. റെഡി. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കിട്ടും. ഒന്ന് കൈയടിച്ച് എല്ലാവരും. കുറെ പേരോട് കിട്ടണം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കിട്ടും. സമയം തീർന്നു. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. 10 9 8 7 6 5 4 3 2 1. എന്തായാലും പ്രതിഭ ഒരുപാട് സന്തോഷം. ആൻഡ് അദ്വൈതിനും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രതിഭ അങ്ങനെ 1000 രൂപയും പിന്നെ ഈ ഗിഫ്റ്റുമാണ് സ്വന്തമാക്കിയിട്ട് ഇവിടെ നിന്ന് ടാറ്റ പറയാൻ പോകുന്നത്. നമ്മുടെ 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു നല്ല സമ്മാനം പ്രതിഭയ്ക്കുണ്ട്. ഒപ്പം 1000 രൂപയുമുണ്ട്. ബൈക്കും പരിപാടിയും റൈഡും ഒക്കെ ആയിട്ട് പറന്ന് അങ്ങനെ നടക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ST കോളേജ് ഒരിക്കൽ കൂടി എന്തോന്ന് വിളിയട്ടെ. ഒരുപാട് നന്ദി. അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഒരു അധ്യായം കൂടി ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കൂട്ടിമുട്ടാം. ഇത് സി കേരളം സൂപ്പർ ബമ്പർ. ഞാൻ മിഥുൻ, സൈനിങ് ഓഫ്.